നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു ശ്രീ CP ജോൺ, ഇത്രയും മാന്യനെന്ന് നാട്ടുകാരെല്ലാവരും പറയുന്ന, രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന CP ജോണിന് മന്ത്രിയായപ്പോൾ സമനില തെറ്റിയതാണോ? ഒപ്പം ശ്രീ VD സതീഷിനോടൊരു കാര്യം, ശരിയാണ്, അങ്ങ് തന്നെ പറയുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടെന്ന്. പക്ഷെ അസഹിഷ്ണുത എന്തിനാണ് ശ്രീ VD സതീശൻ? ശരിയാണ്, താങ്കളുടെ വിഭവസമൃദ്ധമായ ആ ഭക്ഷണത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നു, സ്വാഭാവികമാണ്. കാരണം ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഒരു നാട്ടിലുള്ളവർ മുഴുവൻ ഇന്ന് രാത്രി വെള്ളം കയറുമോ, നാളെ രാവിലെ വെള്ളം കയറുമോ, എന്തൊക്കെ നഷ്ടപ്പെടും? ക്യാമ്പുകളിൽ കഴിയുന്നവർ ആയിരക്കണക്കിനുണ്ട്. അവരുടെ മുന്നിൽ ഇങ്ങനെ മൃഷ്ടാനമായ ഒരു വലിയ സദ്യയുടെ ചിത്രം എത്തുമ്പോൾ സ്വാഭാവികമായി ഉയരാവുന്ന ഒരു വിമർശനം അല്ലെങ്കിൽ ചോദ്യമായിരുന്നു അത്. അങ്ങ് ഭക്ഷണം കഴിക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ല, അങ്ങയുടെ പ്രതികരണം ഇതായിരുന്നു. അപ്പോൾ ഞാനത് അറിഞ്ഞില്ല. പുച്ഛത്തോടു കൂടി അദ്ദേഹം ചോദിക്കുകയാണ്, അപ്പോൾ വെള്ളപ്പൊക്കം വന്നാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, അങ്ങനെ ഒരു സമ്പ്രദായമുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആ ധാർഷ്ട്യം മറനീക്കി പുറത്തു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണോ കാണുന്നത്? ആദ്യം ഐസൻ ജോസിലേക്ക്. പ്രദീപ്, തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇവരുടെ അനുയായികളെ, അതായത് ഈ കോൺഗ്രസ് അനുയായികളെയും അതുപോലെ UDF അനുയായികളെയും കുറേയൊക്കെ മുസ്ലിം ലീഗിലെ കുറേ ഒരു തീവ്രവാദ സ്വഭാവം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു തീവ്രമായ നിലപാടുകളുള്ള കുറേ ചെറുപ്പക്കാരെയും ഇത്തരത്തിൽ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പല കാര്യങ്ങളും വളരെ കൃത്യമായി ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആവുന്ന, വൈറലാവാനുള്ള കുറേ തഗ് ഡയലോഗുകൾ പറയുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി. അതിൻ്റെ ഭാഗമായാണ് ഞാൻ പിണറായി വിജയൻ 2018 പ്രളയകാലത്ത് നിരാഹാരം ഇരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതിലും വലിയൊരു കോമാളിത്തരം ഞാൻ വേറെ കേട്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നത് തന്നെ ഒരു ബഫൂണറി ആയിപ്പോയി എന്ന് എനിക്ക് നല്ല അഭിപ്രായമുണ്ട്. ഈ ഒരു രീതി CP ജോണിനെയും പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്ന തൃശ്ശൂർക്കാരനായിരുന്ന, എനിക്ക് വളരെയധികം ഗൗരവത്തോടെ ഇഷ്ടത്തോടെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്, എൻ്റെ അമ്മയുടെ നാട്ടുകാരനാണ്, പല പ്രത്യേകതകളും എനിക്ക് അദ്ദേഹത്തോട് വളരെ ഇഷ്ടമുണ്ട്. പ്ലാനിംഗ് ബോർഡ് മെമ്പറൊക്കെ ആയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെ അറിവില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾക്ക് ബുദ്ധിയില്ലെന്നൊന്നും പറയാൻ സാധിക്കില്ല. നല്ല അറിവുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ നിലപാട് പറയേണ്ടി വന്നത് ഇപ്പോൾ വരാനിരിക്കുന്ന വലിയൊരു ആഘാതത്തിൻ്റെ, അതായത് പണ്ടൊക്കെ പറയുന്നത് പോലെ, ഈ പണ്ട് ബൈബിളിലൊക്കെ ഒരു കഥയുണ്ട്, 7 മെലിഞ്ഞ കാളകൾ വന്ന് തടിച്ച കാളകളെ വിഴുങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ക്ഷാമം വരുന്നു എന്നാണ്. അതുപോലെ ഒരു വലിയ ക്ഷാമത്തിലേക്ക് ഈ KSRTC പോകുന്നു, അല്ലെങ്കിൽ KSRTC പൊളിഞ്ഞ് തകർന്നു പോകാൻ പോകുന്നു എന്നൊരു വെപ്രാളത്തിലാണ് അദ്ദേഹം. അത് ഈ കാരണം കൊണ്ടാണ്. അതുതന്നെയാണ് ഈ സൗജന്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നു എന്ന് പറഞ്ഞത്. വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനം കുറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനം കുറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റു മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്നാണ്. ഐസ, ഇതിൽ ഞാൻ ഇടപെടുകയല്ല, ഒരൊറ്റ കാര്യം കൂടി. ഇത് നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണോ? നിങ്ങളുടെ മുന്നിൽ സമരം ചെയ്ത് നേടിയതാണോ? നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി നടപ്പാക്കിയതാണോ? തെരഞ്ഞെടുപ്പ് വിജയിക്കാനായി ജനങ്ങളുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാനായി നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ച ഫ്രീബി എന്നോ അതല്ലെങ്കിൽ സൗജന്യ പദ്ധതി എന്നോ ആയിക്കോട്ടെ, പക്ഷെ ധാരാളം പേർ അതിനെ സ്വാഗതം ചെയ്തു. അതും ഓർക്കണം. ഡോക്ടർ B ഇക്ബാൽ അടക്കമുള്ളവർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഈ സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് അല്ലെങ്കിൽ എക്കണോമിക് അനുസരിച്ച് ഭയങ്കര മണ്ടൻ തീരുമാനമാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ കസേര സാമ്പത്തിക ശാസ്ത്രത്തിനപ്പുറം, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ആം ചെയർ എക്കണോമിക്സിനപ്പുറം ചില എക്കണോമിക്സ് ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അടുത്ത വീട്ടിലും ജോലിക്ക് വരുന്ന മെയ്ഡിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു, മാസം ഏതാണ്ട് 3000 രൂപയോ മറ്റോ അവർ ലാഭിക്കുന്നുണ്ട്, അത് ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായും മറ്റു ആവശ്യങ്ങൾക്കും ചെലവഴിക്കുന്നു. ചോദ്യം, നിങ്ങൾ പ്രഖ്യാപിച്ചൊരു പദ്ധതി നിങ്ങൾ നടപ്പാക്കി കഴിഞ്ഞിട്ട് എന്തിനു പുച്ഛിക്കണം? അതെ, അവിടെ തന്നെയാണ് മറ്റൊരു ചോദ്യം വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ നിന്ന് പുറത്തിറങ്ങി ബസ്സൊക്കെ നോക്കുമ്പോൾ എല്ലാ ബസ്സിൻ്റെ മുകളിൽ ഒരു ഹാങ്ങർ ഇട്ട് വെച്ചിരിക്കുകയാണ് സിറ്റി ഫാസ്റ്റ്. ഈ സിറ്റി ഫാസ്റ്റിൽ ഈ സൗജന്യം ബാധകമല്ല. അങ്ങനെ ഒരുപാട് തട്ടിപ്പ് നടത്തി ഇതെങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായും ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. അതായത് സാമ്പത്തികമായ ഒരു നേട്ടമുണ്ടാക്കുക, ഒരു 10-15 രൂപ ഒരു ദിവസം ഒരു ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. ഒരു യാത്രയ്ക്ക് 30 രൂപ ഒരു ദിവസം ചിലവാക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1000 രൂപയുടെ താഴെ ആ വീട്ടിലൊരു ചിലവ് 1000 രൂപ എന്ന് പറഞ്ഞാൽ അത് വലിയ വരുമാനമാണ്. സാധാരണക്കാർക്കൊക്കെ വലിയ ഒരു തുക തന്നെയാണ്, എനിക്ക് പോലും വലിയ തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നേരിടാൻ KSRTC പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ സൗജന്യം ടിക്കറ്റിന് പണം ലഭിക്കാതെ വലിയ രീതിയിൽ ഇത് ചിലവാക്കേണ്ട ഒരു സാഹചര്യം വന്നത്. മറ്റൊരു പ്രധാന അംഗത്തരം അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്ന വ്യക്തി പറഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വിവിധ വശം നമ്മളുടെ ചർച്ചകളിലൊക്കെ വന്ന് സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നതൊക്കെ വളരെ പക്വമായ വിശകലനങ്ങളായിരിക്കും അദ്ദേഹം നടത്താറുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഇതിന് മറുപടി. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. ഇതാണ് ഞാൻ ഈ പറഞ്ഞ തഗ് ഡയലോഗ് എന്ന് പറയുന്നത്. പിണറായി
പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപിച്ച ഇത് വസ്തുതയല്ല എന്ന് തെളിയുകയാണ് എന്നൊക്കെ ഒരുതരം ഭ്രാന്തൻ മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റ് റെസ്പോൺസ്. അതെ, എന്താണ് അതിൻ്റെ കാര്യം? എന്താണ് അതിദാരിദ്ര്യമാണ് വിമുക്തമായി എന്ന് പിണറായി വിജയൻ അല്ലെങ്കിൽ മുൻ ഗവൺമെൻറ് നവംബർ 1-ാം തീയതി പ്രഖ്യാപിച്ചത്? അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ ഉൾച്ചേർക്കപ്പെടാത്ത മനുഷ്യർ, ഡെസ്റ്റിറ്റ്യൂട്ടഡായ കുറേ മനുഷ്യരുണ്ട്, അവരെ ഉൾച്ചേർക്കുന്ന പദ്ധതി ജൻധൻ യോജനയൊക്കെ പോലെ ഒരു ഉൾച്ചേർക്കൽ ഇക്കോണമിയുടെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഒരു ഭാഗമാണത്. ആ ഭാഗം കൊണ്ട് ഇവിടെ 5 ലക്ഷം ദരിദ്രരില്ല എന്നൊന്നും പിണറായി വിജയൻ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ദാരിദ്ര്യമുണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടാത്തവരായി ആരുമില്ല എന്നാണ് കൃത്യമായി പറഞ്ഞത്. ആ പറഞ്ഞത് തിരിച്ചറിയാൻ പറ്റാത്ത അനുഭവ സമ്പത്തില്ലാത്തൊരു വ്യക്തിയല്ല ഇദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ആഴത്തിലേറിയ ആഴമാർന്ന ജ്ഞാനമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. എന്നോട് സംസാരിച്ചിട്ട് ഞാൻ പല വ്യക്തിപരമായ പല വിഷയങ്ങളും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട്. അത്രയും ആഴത്തിൽ കേരള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചൊരു വ്യക്തി കൂടിയാണത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മറുപടി വന്നു എന്ന് പറയുമ്പോഴാണ് ഈ തഗ് ഡയലോഗുകളിലൂടെ ആളാവാൻ ശ്രമിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു ബോഷ്ക്ക് മാത്രമാണിത് എന്ന് എനിക്ക് മനസ്സിലാവും.